ഏറെ ബഹുമാനപൂർവ്വം എല്ലാവരും ചേർന്ന ഒരു നിറഞ്ഞ കയ്യടികളുമായി നമ്മുടെ ഉദ്ഘാടകനെ സദസ്സിലേക്ക് ക്ഷണിക്കുകയാണ്. അഡ്വക്കേറ്റ് RV മജീദ് സർ, അദ്ദേഹത്തിൻ്റെ ബഹുമാനപ്പെട്ട സാന്നിധ്യത്തിന് ഞങ്ങൾ ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞുകൊണ്ട് ഉദ്ഘാടന പ്രസംഗത്തിലേക്ക് നീങ്ങുന്നു. അസ്സലാമു അലൈക്കും, നമസ്കാരം. ബഹുമാന്യരായ ഇതിൻ്റെ സംഘാടകർ കൂടിയായ പഴയ വിദ്യാർത്ഥിനികളെ അവരെയാണ് ആദ്യം അഭിസംബോധന ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. അതുപോലെ അന്നത്തെ അധ്യാപകർ, ഇപ്പോൾ മാനേജിംഗ് കമ്മിറ്റിയെ നിയന്ത്രിക്കുന്ന പ്രസിഡൻ്റ് സ്ഥലത്തില്ല, അതുപോലെ സീനിയർ വൈസ് പ്രസിഡന്റ് കോട്ടയം കുഞ്ഞുമാനാജി, ജനറൽ സെക്രട്ടറി റഷീദ് സാഹിബ്, ട്രഷറർ ഷാഫി, കമ്മിറ്റി മെമ്പർമാർ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർമാർ ജലീൽ സാഹിബ് തുടങ്ങിയവർ എല്ലാവരെയും, അതുപോലെ ഇവിടെ വന്നുള്ള മറ്റ് വ്യക്തികൾ എല്ലാവർക്കും ആദരവോടുകൂടിയ നമസ്കാരം. ഇന്ന് ഇവിടെ ഈ കടമ നിർവഹിക്കേണ്ടിരുന്നത് ഇപ്പോഴത്തെ പ്രസിഡന്റ് OM മുഹമ്മദ് രാജി ആയിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് എൻ്റെ പേരാണ് ഇവരൊക്കെ പറഞ്ഞെങ്കിൽ ഞാൻ മുഹമ്മദ് രാജി അവിടെ നിർബന്ധിച്ചിരുന്നു. അതിന് വരാൻ പറ്റിയില്ല. ഇന്ന് കളമശ്ശേരിയിലൊരു നിക്കാഹ് ഉണ്ട്, അതിനുവേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് നിർബന്ധമായിട്ട് എന്നോട് പറഞ്ഞു, നിർബന്ധമായിട്ട് പങ്കെടുക്കണം, ഉദ്ഘാടനം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം പോയത്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി കൂടിയാണ് ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് അറിയിച്ചുകൊള്ളട്ടെ. പിന്നെ അതേപോലെ കോട്ടയം കുഞ്ഞുമാനാജി, ഈ OM മുഹമ്മദ് രാജിയും കോട്ടയം കുഞ്ഞുമാനും ഞാനുമാണ് പഴയ കമ്മിറ്റിയിൽ, ഈ 2000 കമ്മിറ്റിയിൽ ബാക്കിയുള്ളത്, ഈ കമ്മിറ്റിയിലുള്ളത്. ബാക്കിയൊക്കെ പിന്നീട് പലപ്പോഴായി ഇതിൽ ചേർന്നവരാണ്. ഇതൊരു യാത്രയാണല്ലോ. ആ യാത്ര തുടങ്ങുന്ന ആരൊക്കെ ആയിരിക്കും, എത്തിക്കുന്ന മറ്റാരെങ്കിലുമൊക്കെ ആയിരിക്കും, റിലേ പോലെ. അപ്പോൾ ഇപ്പോഴുള്ള കമ്മിറ്റിയിൽ നായകത്വം വഹിക്കുന്ന ആൾക്കാരാണ് നേരത്തെ പറഞ്ഞ റഷീദ് സാഹിബും ഷാഫിയും ഒക്കെ, ജലീൽ സാഹിബും ഒക്കെ. എല്ലാവരും ഈ ഐശ്വര്യ വളർത്തിക്കൊണ്ട് ഒരുപാട് ത്യാഗം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. ഐശ്വര്യം ഉണ്ടായത് അങ്ങനെയാണ്. അത് എനിക്ക് എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വിദ്യാഭ്യാസമായി തീർത്തും പിന്നോക്കം എന്നൊരു സമൂഹത്തിലേക്ക് ഒരു വെള്ളിയൊടിസം പോലെ ICA ഉദിച്ചുയരുകയുണ്ടായത്. അതിനൊക്കെ ആർമിയത്വം വഹിച്ച ആശയം മുന്നോട്ട് വെച്ച ആൾക്കാരൊക്കെ തന്നെ അതിനുവേണ്ടി എല്ലാ ത്യാഗവും ചെയ്ത ആളുകളും സ്മരിക്കേണ്ടതുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അത് ആദ്യമായി ആശയം അവതരിപ്പിക്കപ്പെടുന്നത് നമനഗഡ് മദ്രസയിൽ വെച്ചാണ്. എന്നെ ചുരുക്കി പറയുകയാണ്, അന്ന് അതിന് മുൻകൈയെടുത്ത ആൾക്കാർ അടുത്ത കാലത്ത് നമ്മൾ വിട്ടുപോയ VS കുഞ്ഞുമുഹമ്മദ് സാഹിബും ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന MM അബു സാഹിബുമാണ്. വൈദ്യരുടെ തബുക്ക എന്ന് പറയുന്ന തബുക്കയാണ്. കാരണം അന്നത്തെ ചില പരിസ്ഥിതിയിൽ നമുക്ക് നല്ല ക്വാളിറ്റി എത്തിക്കാൻ കിട്ടാൻ വൃത്തിയില്ല. പോകുന്ന സ്ഥലങ്ങളിൽ ഒരുപാട് വിഷയങ്ങൾ മദ്രസ പഠിപ്പ് ബാധിക്കുന്നു. അപ്പോൾ അതിനൊരു പരിഹാരം വന്നതിലാണ് നമുക്കെന്തുകൊണ്ട് ഒരു സ്കൂൾ ഇവിടെ തുടങ്ങി വിടുന്ന ആശയം അവരുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. അപ്പോൾ അത് അവരാദ്യം തന്നെ ഇവിടുത്തെ ഏറ്റവും പ്രധാനിയായിരുന്ന AK കുഞ്ഞുമുഹമ്മദ് എന്ന കുഞ്ചിക്കാട് വന്ന് പറയുകയാണ്. കുഞ്ചിക്കാക്കും അതിന് വേണ്ടത്ര ധൈര്യം തോന്നിയില്ല. അദ്ദേഹം മൊയ്തുട്ടിയാജിനെ സമീപിച്ചു. മാളിക്കൽ മൊയ്തുട്ടിയാജി അല്പം വിദ്യാഭ്യാസമുള്ള കാലത്തൊരു വ്യക്തിയായിരുന്നു. കവർ കോളേജ് പഠിച്ച ഇൻ്റർമീഡിയറ്റ് പാസ്സായ വ്യക്തിയാണ്. സ്വാഭാവികം അദ്ദേഹം സ്വാഗതം ചെയ്തെങ്കിലും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് തോന്നിയിട്ട് നേരെ AC അടുത്ത് പോവുകയാണ്. AC ഇവിടെ തിളങ്ങി നിൽക്കുന്ന വ്യക്തിത്വമാണ്. പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. ഒരുപാട് വികസനം ഇവിടെ വടക്കേക്കട് കൊണ്ടുവന്ന വ്യക്തി. അദ്ദേഹം ആദ്യം പരിഭ്രമിച്ചു, ഇതെങ്ങനെ നടക്കാൻ പോകുന്നു എന്നാണ് അദ്ദേഹം ചോദിച്ചത്. പക്ഷേ ഇവർ വിട്ടില്ല. VSും ഒക്കെ ഒരുപാട് കുഞ്ചുക്കൊക്കെ തന്നെ ഒരുപാട് ഒപ്പം നിന്നിട്ടാണ് അത് യാഥാർത്ഥ്യം ശ്രമിക്കുന്നത്. ആദ്യത്തെ 1 ലക്ഷം റുപ്യ ഈ നമനങ്കാട് സഹോദരന്മാരാണ് അബുദാബിയിൽ നിന്ന് പിരിച്ചുകൊടുത്തിരിക്കുന്നത്. OB അബൂബക്കർ സാർ നേതൃത്വത്തിൽ. അപ്പോൾ ആ ഡ്രാഫ്റ്റ് കൊണ്ടുവന്നപ്പോൾ AC കൊടുക്കുമ്പോഴാണ് AC കണ്ണു തുറക്കുന്നത്. ഭാരത് എങ്ങനെ സംഘടിപ്പിച്ചെന്ന് അദ്ദേഹത്തിൻ്റെ ആ ചോദ്യം. അത് കഴിഞ്ഞവരെ ഉത്തരവാദിത്തമില്ല അദ്ദേഹം ഏറ്റെടുക്കുകയാണ്. ഒരുപാട് പേർ അതിനുവേണ്ടി ത്യാഗം ചെയ്തു. അത് അന്നത്തെ ധനാഢ്യർ എന്ന് ഞാൻ പറയുന്നത് 1000 റുപ്യ ഷെയർ പിന്നീട് നിശ്ചയിക്കുമ്പോൾ അത് ഇൻസ്റ്റാൾമെൻറ്റ് കൊടുത്തവരാണ് അന്നത്തെ ഏറ്റവും ധനാഢ്യരായിരുന്നു. ഒരുപാട് ധനാഢ്യർ വേറെ ഉണ്ടാവും. പക്ഷെ അവരൊക്കെ നിധിയാക്കുന്ന ഭൂതങ്ങൾ പോലെ, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒന്നും ശ്രദ്ധിക്കാതെ മാറിയുന്നവരാണ്. ഈ 1000 റുപ്യ ഇൻസ്റ്റാൾമെൻറ്റ് കൊടുത്ത് ഇതിൻ്റെ ഷെയർ ഹോൾഡേഴ്സ് ആയവരാണ് അന്ന് ഏറ്റവും ത്യാഗം ചെയ്തവർ. അതുപോലെ ആശയം മുന്നോട്ട് വെച്ച് ബുദ്ധിജീവികളായ VS MM അബു സാഹിബ്, അത് ഏറ്റെടുത്ത കൊച്ചുക്ക, AC കുന്നുമതിറ്റേജ് തുടങ്ങിയവർ. അവരൊക്കെ തന്നെ അവരൊക്കെയുള്ള അനുഭവം അതൊരു സമൂഹത്തിൽ ഉപകാരപ്രദം എങ്ങനെ ചെയ്യും പ്രവർത്തിക്കാം എന്നതിനെപ്പറ്റി ചിന്തിച്ചവരാണ്. അതാണ് ചെറു ബുദ്ധിജീവികൾ. ബുദ്ധിജീവി എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന പോലത്തെ പ്രസംഗിക്കുകയോ തോൾ സഞ്ചിയിട്ട് നടക്കുകയോ എന്ന തടി മുടി നടക്കുന്നവരൊന്നുമല്ല. നമുക്ക് കിട്ടുന്ന അറിവ് എങ്ങനെ സമൂഹത്തിൽ ഉപകാരപ്രദമാക്കാമെന്ന് കരുതിയവരാണ്. തീർച്ചയായും നമുക്ക് അവർ മാനിക്കേണ്ടതുണ്ട്, അവർ ഓർമ്മിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ICA മഹാപ്രസ്ഥാനമായി വളർന്നു, ആരും പ്രതീക്ഷിക്കാത്ത പോലെ. അന്ന് അതിന് മുൻകൈയെടുത്ത, അതിന് ശ്രമിച്ച അന്നത്തെ ആദ്യത്തെ പ്രസിഡന്റ് സാബ്ജാൻ സാഹിബിനൊക്കെ ഓർക്കേണ്ടതുണ്ട്. മിലിറ്ററിക്കാരനെ അദ്ദേഹമാണ് അതിന് അടിത്തറയിട്ടത്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം എങ്ങനെ നടപ്പാക്കുമെന്ന് കാണിച്ചു അദ്ദേഹമാണ്. അതിനുവെച്ച് നമ്മുടെ കുട്ടികൾ വളർന്നു. ആദ്യത്തെ ബാച്ചിലുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ, ഡോക്ടർ എത്തുവിന് പോലുള്ളവരൊക്കെ. അവരൊക്കെ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഉൾക്കൊണ്ടു. ആ ഹോസ്റ്റലിൽ സജീവമായിരുന്നു. ആ ഹോസ്റ്റലിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള വിദ്യാർത്ഥികളോട് പഠിച്ചിരുന്നു. അവരൊക്കെ പിന്നീട് ഇതിൻ്റെ അംബാസഡേഴ്സായും അവരവരുടെ രക്ഷാകർത്താക്കളും. അതിൽ തുടർന്നാണ് പിന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ, ഈ റിമോട്ടായ സ്ഥലങ്ങളിൽ ഗ്രാമിൽ തന്നെ IC സ്ഥാപനം വന്നു തുടങ്ങിയത്. ആദ്യം IC തുടങ്ങുമ്പോൾ ആദ്യം ചാത്തമംഗലത്തെ രാജ സ്കൂൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ അങ്ങ് റെസിഡൻഷ്യൽ സ്കൂളായിട്ട് ഇസ്ലാമിക പഠനം കൂടിയുള്ള സ്കൂൾ അത് മാത്രമേ ഉണ്ടായിരുന്നത്. അതിന് മുമ്പ് പോയിരുന്നത് മദ്രാസിലെ വണ്ടല്ലൂരിലായിരുന്നു, ക്രസൻറ്റ് സ്കൂളിൽ. അപ്പോൾ ആ കാലഘട്ടം നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്, 70കളിലെ കാലഘട്ടം.
അന്ന് ഈ പറഞ്ഞ പോലെ ഈ നമ്മുടെ ഗൾഫ് തുറന്ന കാലഘട്ടത്തിൽ അതിൻ്റെ ആ ഇത് കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് IC ഉണ്ടാകുന്നത്. അത്രയും പറയുന്നത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പിന്നെ അത് വളർന്നു നമുക്കൊക്കെ അറിയാം. ഇതിൻ്റെ കൂടുതൽ ഈ വളർന്നത് ഇവിടെ മാത്രമല്ല മറ്റ് സ്ഥലങ്ങളിൽ എത്തിച്ചു എന്നുള്ളതാണ്. പലരും പല അനുഭവങ്ങളും പറയാറുണ്ട്. ഇതിന് നിർദ്ദേശത്തിന് വേണ്ടിയിട്ട് പലരും ഇവിടെ വരാറുണ്ട്. ACK കണ്ണൂരുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് അവിടുത്തെ മാനേജിംഗ് കമ്മിറ്റി മീറ്റിംഗിൽ പങ്കെടുത്തിട്ട് തുടങ്ങാൻ വേണ്ടുന്ന പ്രചോദനം നൽകാൻ അദ്ദേഹം വന്ന് പറഞ്ഞ വാക്ക് നമ്മുടെ നെയ്യത്ത് നന്നാവുക എന്നുള്ളതാണ്. ഞങ്ങളുടെ വിധത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ നെയ്യത്ത് ഉദ്ദേശം നന്നാവുക എന്നുള്ളതാണ്. ആ ഉദ്ദേശശുദ്ധിയാണെന്ന് IC വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും വളരാൻ ഉണ്ട്, വളരാനുണ്ട്. അതിലൊക്കെ ഈ അലൂമിനിക്ക് ഒരു പങ്കുണ്ട്. അലൂമിനി എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ ICയുടെ അംബാസഡർമാരാണ്. എവിടെയാണ് ലോകത്തെ ഏത് ഭാഗത്തായാലും നിങ്ങളുടെ അറിവ് നിങ്ങളുടെ കഴിവ് അതൊക്കെ തന്നെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട അതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നത്. തീർച്ചയായും നല്ല കാര്യം. കുറച്ച് കൂടുതൽ ആർഭാടകരമായി തോന്നിപ്പോകുന്നു. പക്ഷേ അത് ഈ കാലഘട്ടത്തിൽ പ്രത്യേകതയാണ്. ഞങ്ങളൊക്കെ പഴയ ആൾക്കാരാകുമ്പോൾ ചിന്തിച്ച് പോകുന്നത് നന്നായിരുന്നു. അത് നല്ലൊരു പരിപാടി വളരെ നന്നായി ഓർഗനൈസ് ചെയ്യുന്നു. അത് എല്ലാ നിലക്കും വിജയപ്രദമായിട്ട് എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഒന്നും രണ്ട് കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുക. അന്നത്തെ അധ്യാപകർ ഒരു കാര്യമൊന്നും പറ്റുകയില്ല. 2000-ലാണ് ഒരു പക്ഷേ കുറച്ച് കാലത്തിന് ശേഷം നമുക്ക് ഫുൾ % പാസ് കിട്ടുന്നത്. അതുവരെ അത് കഴിഞ്ഞ കൊല്ലം അതിന് മുമ്പത്തെ 2-3 ആളുകൾ തോറ്റുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇത്തവണ ആവർത്തിക്കുന്നതിലൊക്കെ ഒരു വാശിയോടുകൂടിയാണ് അത് അധ്യാപകർ ഞങ്ങളൊക്കെ തന്നെ മാനേജിംഗ് കമ്മിറ്റി മുഴുവൻ എല്ലാവരും. അന്ന് സെക്രട്ടറി തളിയിൽ അബൂബക്കർ സാഹിബായിരുന്നു. ഈ ഇന്നത്തെ പ്രസിഡന്റ് OM മുഹമ്മദ് സെക്രട്ടറിമാരുടെ ആളായിരുന്നു. പിന്നെ കരിവടൻ മറ്റു സെക്രട്ടറി ആയിരുന്നു. IP അബ്ദുൽ റസാഖ് വൈസ് പ്രസിഡൻ്റായിരുന്നു. AP കുഞ്ഞുമുഹമ്മദ് സാഹിബ് നമ്മളിപ്പോഴത്തെ കോട്ടയിൽ കുഞ്ഞുമോനാജ് അന്ന് ട്രഷറായിരുന്നു. അങ്ങനെ നല്ല ടീം അന്ന് ഇതിനുവേണ്ടി പ്രവർത്തിച്ചു. കുഞ്ഞാൽ മാഷ് അതിൽ മകൻ കൂടി അന്ന് അർഫാത്ത് എന്നുള്ള പഠിച്ചിരുന്നു. അതുമാതിരി PK മരിച്ചുപോയി. PK കുഞ്ഞാൽ മാഷ് നമ്മളെ കൂടെ അല്ല, PK മൊമാലിൻ്റെ മകനോടുണ്ടായിരുന്നു. IP അബ്ദുൽ റസാഖ് അദ്ദേഹത്തിൻ്റെ മകനുണ്ടായിരുന്നു. ഇവരൊക്കെ അന്ന് സജീവമായ രംഗത്തിരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ വാശിയോടുകൂടി ഈ മുഴുവൻ പേര് പാസ്സാണ്. അത് പാസ്സെന്ന വാശിയോടുകൂടിയാണ് ഞങ്ങൾ പ്രവർത്തിച്ചത്. ഒപ്പം അധ്യാപകർ അവരൊപ്പം ഞങ്ങളുടെ കൂടെ നിന്നു. 207 പേര് ഏറ്റവും അധികം കുട്ടികൾ പരീക്ഷ എഴുതിയ കാലഘട്ടം കൂടിയായിരുന്നു അത്. ആ വർഷം 2003 വർഷം. അന്ന് ഞങ്ങൾ തീരുമാനമെടുത്ത് എന്തായാലും ആരും തോൽക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ അവരൊക്കെ മിക്കവാറും ആളുകൾ 150 ആളുകളുടെ 2 ഹോസ്റ്റലുമായി ഗേൾസിൻ്റെയും ബോയ്സിൻ്റെ ഹോസ്റ്റലും ഇവിടെ ഉണ്ടായിരുന്നു. സിംഗിൾ സാർ സജീവമേണ്ട അദ്ദേഹമായിരുന്നു ചാർജ്. അമിത് അലി IAS സാർ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹം അതിൻ്റെ ഒരു ഡെപ്യൂട്ടി വാർഡനും. അതേമാതിരി തന്നെ സലീം ഷാ, പുന്നക്കര സലീം ഷാ, അദ്ദേഹം അന്ന് ഹോസ്റ്റലുണ്ടായിരുന്നു. പിന്നെ അതുപോലെ സുധാകര മാഷ് തുടങ്ങിയ ഒരുപാട് ഹോസ്റ്റലിന് സജീവമാർ മാഷ്. പിന്നെ ജയാമി സജീവമായി സാന്നിധ്യമായി ഈ പ്രസ്ഥാനത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളത് പ്രഖ്യാപിച്ചത് NK ശിവകുമാർ സാറിൻ്റെ മുന്നിൽ വെച്ചാൽ പറഞ്ഞു ഇതൊരു യുദ്ധമാണ്. എവിടത്തെങ്കിലും ഈസ് ഫെയർ ഇൻ വാർ ആൻഡ് ലവ്. ഇതിലെല്ലാം നീതീകരിക്കപ്പെടുന്നില്ല. അതുമാതിരി പ്രണയത്തിനും എന്ന് പറയാറുണ്ടല്ലോ, ചൊല്ലുണ്ടല്ലോ. അത് തീർച്ചയായും അതുകൊണ്ടാണ് ഞങ്ങൾ അല്ലെങ്കിൽ ഇടപെടേണ്ട ആവശ്യമില്ല. അത് നിൽക്കാനും പക്ഷേ ഞങ്ങൾ എല്ലാ കുട്ടികളുടെ അടുത്ത് എത്തേണ്ടതുണ്ടായിരുന്നു. എല്ലാവരുടെ അടുത്തും വീടുകളിൽ ബന്ധപ്പെട്ടു. പലരെയും എനിക്കൊന്നും ഏറ്റവും ബന്ധപ്പെട്ട ആൾ കോട്ടയം കുഞ്ഞുനൊക്കെയാണ്. കാരണം അത് പലരും ബന്ധപ്പെട്ട ഇന്ന ആളുകളുണ്ടെന്ന് കുഞ്ഞുങ്ങൾക്ക് ബന്ധപ്പെടും. അവിടെ പോയി തന്നെ കാണും. തടിയിൽ അവർക്ക് ഞാനൊക്കെ തന്നെ ചില വീടുകളിൽ പോയിട്ടുണ്ട്. ഞാൻ ഒരുപാട് അനുഭവങ്ങളുണ്ട് അതിനെ പറ്റിയിട്ട്. ഞങ്ങൾക്ക് JMS എല്ലാ കുട്ടികളെയും വിളിക്കും. ഇവിടെ വസ്തു എടുത്ത കുട്ടികൾ വീടുകളിൽ JMS വിളിക്കും. വൈകുന്നേരത്തെ ഡ്യൂട്ടി അതായിരുന്നു. ഉമ്മ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും മോൻ എന്ത് ചെയ്യുന്നു, മോൾ എന്ത് ചെയ്യുന്നു, പഠിക്കുന്നു ചോദിച്ചു. അങ്ങനെ ഒരു കോപ്പപ്പ് ചെയ്ത് കൊണ്ടുവരുന്നു. അതൊരു വലിയ സംഭവം തന്നെയായിരുന്നു. അവസാനം ഒരാൾ സ്കൂട്ടിൽ നിന്ന് അവസ്ഥ എത്തിയപ്പോൾ ആ കുട്ടിയാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ കുട്ടിയെ ഒരു സോഷ്യൽ സയൻസ് സർവീസിലാണ് ഒരു കുട്ടി ഒരു പേജ് എഴുതിയുള്ളൂ. അന്നത്തെ ചീഫായിരുന്ന കുന്നോളിലെ ഗേൾസ് സ്കൂളിലെ അധ്യാപകൻ പറഞ്ഞു നിങ്ങളൊക്കെ ഇടുന്ന് ഓടുന്നുണ്ട്, പക്ഷേ നിങ്ങൾ 100% കിട്ടാൻ പോകുന്നില്ല. എന്താ സാർ കാരണം? ഇന്ന് ഒരു കുട്ടി ഒരു പേജ് എഴുതിയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആറാം ദിവസം നേരത്തെ ഞങ്ങൾ പറഞ്ഞു കുഞ്ഞുമ്മക്കാട് മജീദ് എന്ന് പി ഉണ്ടായിരുന്നു. അവരോട് പറഞ്ഞു അവരാണ് പേപ്പർ തിരി കിട്ടുക. അവർ പറഞ്ഞു ആരാണെന്ന് മനസ്സിലാക്കണം, എന്തെങ്കിലും കിട്ടിയ പേര് നോട്ട് ചെയ്യണം. പേരല്ല, പേര് എഴുതില്ലല്ലോ, നമ്പർ നോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. മജീദ് അഭിപ്രായം ആ കുട്ടിയുടെ നമ്പർ നോട്ട് ചെയ്തു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് 16 നമ്പറിൻ്റെ അവസാനം. ആളെ കണ്ടെത്തി അവൻ ഹോസ്റ്റലിൽ കിടന്ന് ഉറങ്ങുകയാണ്. കാരണം അവനെ അവസാനിപ്പിച്ചു. പക്ഷേ അവനെ അവസാനിപ്പിക്കേണ്ട അടുത്ത പേപ്പറിൽ കൂടുതൽ മാർക്ക് കിട്ടിയാൽ മതി. ഇത് അവന് കണക്ക് കൂട്ടുമ്പോൾ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ 6 മാർക്ക് കിട്ടുന്ന ഒരു അധ്യാപകരൊക്കെ പറയുകയും ചെയ്തു. അവസാനം അടുത്ത പരീക്ഷ നന്നായി എഴുതാവുന്ന സംവിധാനം ഉണ്ടാക്കി. പിന്നെ പരീക്ഷ നന്നായി പാസ്സായി. അവരെല്ലാവരും പാസ്സാവുന്നൊരു കാലഘട്ടം. അന്ന് സുൾപാസാണ് ഏറ്റവും വലിയ പ്രശ്നം. അതിൽ ഇന്നത്തെ മാതിരി ഫുൾ A+ ഒന്നും വലിയ പ്രശ്നമില്ല. ഡിസ്റ്റിങ്ഷനിലുള്ളവർ മാനിക്കും. അതല്ലാതെ നമ്മൾ ഫ്ലക്സ് ഒന്നും പരിപാടിയൊന്നും ഇല്ലല്ലോ. ഫുൾ പാസ്സായ വലിയ അംഗീകാരമാണ്. അതൊരു വലിയൊരു വെല്ലുവിളി തന്നെയായിരുന്നു. അപ്പോൾ അത് നിറവേറ്റിയ കുട്ടികളാണ് ഈ 2000 ബാച്ചിലെ കുട്ടികളെന്നല്ല എനിക്ക് സന്തോഷം തോന്നുന്നു. അതിനൊക്കെ ഉപകരണം ഞങ്ങൾക്ക് നിൽക്കാൻ കഴിഞ്ഞു. എല്ലാവരും അധ്യാപകരൊക്കെ ഒറ്റക്കെട്ടായി നിന്നൊരു അവസ്ഥയായിരുന്നു. എനിക്ക് ഇവരൊക്കെ വലിയ വിട്ടുപോയ ആൾക്കാരാണ്. NK സൈദോ മസാന്ത പ്രിൻസിപ്പൾ, അതേമാതിരി ജയ മിസ്, പിന്നെ വേറെ ടീച്ചേഴ്സൊക്കെ നമ്മുടെ കൂടെ ഇല്ല. അവരൊക്കെ ആദരവ് സിംഗ് സാറ് ആദരവ് ഓർമ്മിക്കുകയാണ്. ഏതായാലും ഈ ഇങ്ങനെ പരിപാടി സംഘടിപ്പിച്ച ഞങ്ങളൊക്കെ ഒരു ഭാഗവാക്കളായ ഈ കുട്ടികൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. ആ പഴയ കാലം ഓർമ്മിക്കാൻ കഴിഞ്ഞതിൽ അതിൻ്റെ ആ ഉത്തേജനം ഉൾക്കൊള്ളാൻ കഴിയുന്നത് എല്ലാവർക്കും കഴിയട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഈ പരിപാടി സർവശക്തി തീരുമാനത്തിൽ ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.